US-ഉം വെനസ്വേലയും വീണ്ടും കൊമ്പുകോർക്കുന്നു. സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുന്ന മുന്നറിയിപ്പാണ് US നൽകുന്നത്. മേഖലയിൽ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയതോടെ വെനസ്വേലയിലേക്കുള്ള സർവീസുകൾ 6 എയർലൈനുകൾ റദ്ദാക്കി. US ഏവിയേഷൻ റെഗുലേറ്ററിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ചയാണ് US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ യാത്രാ വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ എത്ര കാലത്തേക്കാണ് സർവീസുകൾ റദ്ദാക്കുകയെന്ന് വ്യക്തമല്ല. മേഖലയിലെ സുരക്ഷാ സാഹചര്യം മോശമാവുകയാണെന്നും വെനസ്വേലയ്ക്ക് സമീപം സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തിങ്കളാഴ്ച വെനസ്വേലയിലെ കാർട്ടൽ ഓഫ് ദി സൺസിനെ US വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ഉൾപ്പെടെയുള്ള ഉന്നതർ നേതൃത്വം നൽകുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സംഘടനയാണ് കാർട്ടൽ ഓഫ് ദി സൺസ്. US സൈന്യത്തിനും നിയമനിർവഹണ ഏജൻസികൾക്കും ഈ സംഘടനയെ ലക്ഷ്യമിടാനും തകർക്കാനും കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന നടപടിയായാണ് കാർട്ടൽ ഓഫ് ദി സൺസിനെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്. വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ സർക്കാർ നിയമവിരുദ്ധമാണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അമേരിക്ക മഡുറോയ്ക്കെതിരെ സമ്മർദ്ദവും ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ തീരുമാനം പരിഹാസ്യമാണെന്നും ഏറ്റവും പുതിയ നുണയാണെന്നുമാണ് വെനസ്വേല പ്രതികരിച്ചത്. ഇല്ലാത്ത സംഘടനയാണ് അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് വെനസ്വേല സർക്കാർ ആരോപിച്ചു. തങ്ങളുടെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ട് സർക്കാരിനെ താഴെയിറക്കാനുള്ള US-ൻ്റെ ഗൂഢതന്ത്രമായാണ് നീക്കത്തെ വെനസ്വേല വിലയിരുത്തുന്നത്. തങ്ങളെ അനുസരിക്കാത്ത സർക്കാരുകളെ താഴെയിറക്കാനുള്ള അമേരിക്കയുടെ തന്ത്രമായി കൊളംബിയ ഈ തീരുമാനത്തെ വിലയിരുത്തി. കാർട്ടൽ ഓഫ് ദി സൺസ് നിലനിൽക്കുന്നു എന്നും മാത്രമല്ല അത് വെനസ്വേലയുടെ സൈന്യം, ഇൻ്റലിജൻസ്, നിയമനിർമ്മാണ സഭ, ജുഡീഷ്യറി എന്നിവയെ അഴിമതിയിൽ മുക്കിയെന്നുമാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. 1990കളിലാണ് കാർട്ടൽ ഓഫ് ദി സൺസ് എന്ന പേര് കേൾക്കാൻ തുടങ്ങിയത്. വെനസ്വേലയിലെ ലഹരി സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ളവരെ വിശേഷിപ്പിക്കാൻ വെനസ്വേലയിലെ മാധ്യമങ്ങളാണ് ഈ പേര് ആദ്യം പ്രയോഗിച്ചത്. വെനസ്വേലയിലെ ദേശീയ സേനയിലെ ഉന്നതന് ലഹരി സംഘങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളിലാണ് ഈ പദം ആദ്യം പ്രയോഗിച്ചു തുടങ്ങിയത്. ഇതിനോടകം തന്നെ മേഖലയിൽ 20ലേറെ ലഹരിക്കടത്ത് സംഘങ്ങളുടെ കപ്പലുകൾ തകർത്തതായാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക് സമുദ്രത്തിലും സെപ്റ്റംബറിലെ ആദ്യം മുതലുണ്ടായ ആക്രമണത്തിൽ 80ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഈ കപ്പലുകളെല്ലാം തന്നെ ലഹരി കടത്തുന്നവയാണെന്നും രാജ്യത്തിന് ഭീഷണിയാണെന്നുമാണ് US വാദിക്കുന്നത്. US-ൻ്റെ യുദ്ധവിമാനങ്ങളും വിമാനവാഹിനി കപ്പലുകളും നാവികസേനാ കപ്പലുകളും കരീബിയൻ തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ലഹരി ഗ്രൂപ്പുകൾക്കെതിരെയുള്ള പ്രതിരോധമെന്ന പേരിൽ നിക്കോളാസ് മഡുറോയെ താഴെയിറക്കാനുള്ള നിഗൂഢ പദ്ധതിയുമായി ചൈന മുന്നോട്ട് നീങ്ങുന്നുവെന്നാണ് ആരോപണം. അതിനിടെയാണ് വിമാന സർവീസുകൾ നിർത്തിവെച്ചെന്ന റിപ്പോർട്ടുകളും വരുന്നത്.